ഹായ് ഗായ്സ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്കാണ് മൈക്രോ സെൻസറിൻ്റെ ഒപ്റ്റിക്കൽ സെൻസറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓപ്റ്റിക്കൽ സെൻസർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം, ഒരു ലൈറ്റിനെ മെഷർ ചെയ്യുക അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രസൻസ് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെൻസറിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൈക്രോ സെൻസർ എന്നുള്ള രീതിയിൽ ഈ ഒരു ഒപ്റ്റിക്കൽ സെൻസർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സുകൾ, അതുപോലെ ടെലിവിഷൻസ് പോലുള്ള പല ഡിവൈസസിലും നമ്മൾ ഈ ഒപ്റ്റിക്കൽ മൈക്രോ സെൻസർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസിന് ഉപയോഗിക്കുന്ന സെൻസറും നമ്മുടെ ഒപ്റ്റിക്കൽ മൈക്രോ സെൻസർ തന്നെയാണ്. ടെലിവിഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോ സെൻസർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല ആപ്ലിക്കേഷൻസ് നമുക്ക് ഈ ഒപ്റ്റിക്കൽ സെൻസറിലുണ്ട്. എയർപോർട്ട്സ് പോലുള്ള ബ്രിഡ്ജസ്, എയർപോർട്ട്സ്, ലാൻഡ് സ്ട്രിപ്പ്, ഡാംസ്, റെയിൽവേ, എയർപ്ലെയിൻസ്, വിങ്സ്, ഫ്യൂവൽ ടാങ്ക്, അതുപോലെ തന്നെ നമ്മുടെ എയർക്രാഫ്റ്റ്സിലെല്ലാം നമ്മൾ ഈ ഒരു ഒപ്റ്റിക്കൽ സെൻസേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ, വർക്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ 4 രീതിയിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. മീൻസ് 4 കോൺഫിഗറേഷൻസ്. അപ്പോൾ ഈ കോൺഫിഗറേഷൻസ് നോക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് നോക്കാം. എന്ത് തന്നെ ആയാലും നമുക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു ഇലക്ട്രോഡ് ഉണ്ടാവും. ആ ഇലക്ട്രോഡിലേക്ക് നമ്മുടെ ലൈറ്റ് വന്ന് അതിലേക്ക് പതിക്കുമ്പോൾ ഇതിലുണ്ടാവുന്ന ഒരു റിയാക്ഷൻ, ആ റിയാക്ഷൻ്റെ ഔട്ട്പുട്ട് ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് നമ്മൾ ഈ സെൻസർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ലൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഫോട്ടോൺ ആണ് ഉണ്ടാവുക, ഫോട്ടോൺ എനർജിയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പോൾ ആ ഫോട്ടോണും നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണും തമ്മിലുള്ള ആ ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇലക്ട്രിക്കൽ ചേഞ്ചസ് ആണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുക. അതിൽ നിന്നാണ് നമ്മൾ ലൈറ്റിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കോൺഫിഗറേഷൻസ് ഉണ്ട്. 4 കോൺഫിഗറേഷൻസും ഓരോ ഇലക്ട്രിക്കൽ ചേഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ വോൾട്ടേജ് ജംഗ്ഷനിലാണെങ്കിൽ അതിൻ്റെ പേര് പോലെ തന്നെ വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട്, വോൾട്ടേജ് എന്നുള്ള അതിൻ്റെ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് അതിലുള്ള ലൈറ്റ് ഇൻറ്റൻസിറ്റിയും അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രസൻസ് നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷനാണ്. നമുക്ക് 2 സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാവും. സോ സിലിക്കൺ, ഗാലിയം ആർസനൈഡ് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. രണ്ടും നമുക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ഇത് രണ്ടിൽ നിന്ന് നമ്മളൊരു കറണ്ട് കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഈ കണക്ഷനിൽ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഇതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലുണ്ടാവുന്ന വോൾട്ടേജ് ഡിഫറൻസ് നമ്മൾ ഇതിൽ മെഷർ ചെയ്യുകയും ആ മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഇതാണ് ഫോട്ടോ വോൾട്ടേജ് ജംഗ്ഷൻ ഒപ്റ്റിക്കൽ മൈക്രോ സെൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ഫോട്ടോ കണ്ടക്റ്റീവ് ഡിവൈസ് ആണ്. ഇതിനൊരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ഉണ്ടാവും. അത് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഗാലിയം ആർസനൈഡ് പോലുള്ള, സിലിക്കൺ പോലുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മറ്റ് മെറ്റീരിയൽസ് ഉണ്ട്. ലിഥിയം, സോഡിയം, അതുപോലെ പൊട്ടാസ്യം പോലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഏത് മെറ്റൽസ് വേണമെങ്കിലും എടുക്കാം. ആ ഒരു മെറ്റലിനെ നമ്മൾ റെസിസ്റ്റൻസ് ഡിവൈസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ആ റെസിസ്റ്റൻസ് സർക്യൂട്ടുമായി കണക്ട് ചെയ്യും. ആ സർക്യൂട്ട് കണക്ഷനിൽ നമ്മൾ ഇതിനെ കൊണ്ടുപോയി ഒരു ലൈറ്റിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഫോട്ടോൺ എനർജി ഇതിൽ അബ്സോർബ് ചെയ്യുകയും ഈ ഫോട്ടോണും ഇലക്ട്രോണും തമ്മിൽ ഇൻട്രാക്ഷനിൽ നിന്ന് റെസിസ്റ്റൻസ് ചേഞ്ചസ് ഉണ്ടാവുകയും ആ റെസിസ്റ്റൻസ് ചേഞ്ചസിനെ ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മെഷർമെൻറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണം നമ്മളിവിടെ ചെയ്യുന്നത്. ഇതാണ് ഫോട്ടോ കണ്ടക്റ്റീവ് ഡിവൈസ്. ഇതിൽ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ വോൾട്ടേജ് ഡിഫറൻസ് ആണ്, ഇവിടെ റെസിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് ആണ്. ഇവിടേക്ക് വരുമ്പോൾ ഫോട്ടോ ഡയോഡ്സ് ആണ്. ഇതിൽ കറണ്ട് ആണ് ഡിഫറൻസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ PN ജംഗ്ഷൻ ഡയോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ പി ടൈപ്പ് മെറ്റീരിയലും N ടൈപ്പ് മെറ്റീരിയലും ഉപയോഗിക്കും. അതിൽ ഫോട്ടോൺ എനർജി വന്ന് ഇതാക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഡിഫറൻസിൽ നിന്ന് നമുക്ക് കറണ്ടിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ആ കറണ്ട് ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺഫിഗറേഷൻസ്. വലിയൊരു ഇതിലേക്ക് പോകണ്ട. ഇതിൻ്റെ ഒരുപാട് മീൻസ് കംപ്ലീറ്റ് വർക്കിംഗ് മറ്റ് കാര്യങ്ങളെല്ലാം ജേർണലായിട്ടാണ് കിടക്കുന്നത്. ചെറിയ ടോപ്പിക്കുകളായിട്ടാണ് നമുക്ക് നെറ്റിലെല്ലാം നമുക്ക് കിട്ടുന്നത്. സോ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഈ ഫോട്ടോ ട്രാൻസിസ്റ്റർ ആയാൽ പോലും സെയിം തന്നെയാണ്. ട്രാൻസിസ്റ്റർ എന്നുള്ള കോൺഫിഗറേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നു. പി ടൈപ്പിലുള്ള ഒരു കോൺഫിഗറേഷനിൽ നമ്മളൊരു കളക്ടറും എമിറ്ററും ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോൺ എനർജിനെ കളക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്കൊരു കറണ്ട് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു. ആ ഒരു കറണ്ട് ഔട്ട്പുട്ട് വെച്ചിട്ട് നമുക്ക് ഇതിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രസൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. സോ ഇത്രയും 4 കോൺഫിഗറേഷൻസ് ആണ് നമുക്ക് ഒപ്റ്റിക്കൽ സെൻസറിനുള്ളത്. സോ ഇത് നിങ്ങൾ ജസ്റ്റ് കേട്ട് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.
സോ ഇതിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഇലക്ട്രോഡായിട്ട് സെൻസിങ് മെറ്റീരിയലായിട്ട് ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. മെയിനായിട്ട് സിലിക്കൺ അല്ലെങ്കിൽ ഗാലിയം ആർസനൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഏറ്റവും നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഈ 2 മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോഴാണ്. പക്ഷേ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫോട്ടോ കണ്ടക്റ്റീവ് പോലുള്ള ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, അതുപോലെ സീസിയം എന്ന് പറയുന്ന മെറ്റീരിയൽസ് ഏതെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല റെസിസ്റ്റൻസിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഇത് വരുമ്പോൾ ഈ മെറ്റീരിയൽസും ഉപയോഗിക്കാം എന്ന് നമ്മൾ പറയുന്നുണ്ട്. കോമൺലി നമ്മൾ ആൽക്കലി മെറ്റലും മറ്റ് മെറ്റൽസും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ മെറ്റൽസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ. അപ്പോൾ നമുക്ക് നല്ല പ്രോപ്പർ റിസൾട്ട് കിട്ടാൻ നമുക്ക് സിലിക്കൺ അല്ലെങ്കിൽ ഗാലിയം ആർസനൈഡ് നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.